നിങ്ങൾ ഏത് മതത്തിന്റെ ആളുകളാണെന്ന് പറയൂ. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണോ? എങ്കിൽ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് മറുപടി പറയാം. മുസ്ലിം ലീഗ് മതസംഘടനയാണോ? ഞങ്ങൾ മതപരമായിട്ട് മറുപടി പറയാം. നിങ്ങൾ മോരും മുതലയുമാണെങ്കിൽ ആ അർത്ഥത്തിലുള്ള മറുപടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നിരിക്കും. രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ പാകപ്പെട്ട് നിൽക്കേണ്ടി വരും. ഒരു ചെപ്പടി വിതയുടെ മുന്നിലും ശിരസ് കുനിച്ച പാരമ്പര്യം ഈ ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ വക്താക്കൾക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകുന്നവരൊന്നുമല്ല. ഇനി ഞങ്ങൾക്ക് 4 കൊണ്ടാ തറവാട്ട് പേര് പോകുന്ന ഒരു തറവാട്ടൊന്നുമല്ല ഞങ്ങൾ വരുന്നത്. ഞങ്ങളുടെ വീട്ടുപേര് സഖാവ് എന്നാണെങ്കിൽ ആ വീട്ടുപേരിനൊരു കരുത്തി മണ്ണിലുണ്ട്. എന്നിട്ട് നിങ്ങൾ സരിന്റെ പ്രസംഗം മലപ്പുറം ജില്ലക്കെതിരെ, ആ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ. ഇനി ഇസ്ലാം മതവിശ്വാസം, ഞാൻ CPM-ന്റെ പെരിന്തൽമണ്ണ ഏരിയ സെന്ററിൽ പ്രവർത്തിക്കുന്ന ആളാണ്. 10-15 വർഷക്കാലമായിട്ട് ഈ പഞ്ചായത്ത് ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ പെരിന്തൽമണ്ണ അർബൻ ബാങ്കിന്റെ ചെയർമാനാണ്. ഞാൻ 2 മാസം മുന്നല്ലേ ഉംറക്ക് പോയത്. 2 മാസം മുന്നേ ഞാനും എൻ്റെ ഭാര്യയും മോളും, ചെറിയ മോളും ഉംറക്ക് പോയി. അപ്പൊ പോകാൻ പാർട്ടിയിലേക്ക് കത്ത് കൊടുത്തു ഏരിയ സെക്രട്ടറിക്ക്. ഇപ്പൊ ഏരിയ സെക്രട്ടറി 20 ദിവസം ലീവ് അനുവദിച്ചു. കൂട്ടത്തിൽ ഒരു വിശദീകരണം കൊടുക്കാൻ പറഞ്ഞു. 324 2,40,000 ഉറുപ്പ്യ എവിടുന്ന് ചെലവഴിക്കുന്നു എന്ന് പറയണം. അത് ലീഗ് ചോദിക്കുവോ? ഉംറക്ക് പോകുമ്പോ പണം വേണല്ലോ. ഒരാൾക്ക് 80,000 രൂപ വേണം. ആ പണം എവിടുന്നാണെന്ന് പറയണം എന്ന് പറഞ്ഞതിനപ്പുറത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു വിശ്വാസത്തിനും എതിരായിട്ടില്ല, ഒരു ന്യൂനപക്ഷത്തിനും എതിരല്ല, ഭൂരിപക്ഷത്തിനും എതിരല്ല. പക്ഷേ വർഗീയതക്കെതിരാണ്. ഞാൻ ലീഗരോട് ചോദിക്കട്ടെ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. MK റഫീഖയാണ് പ്രസിഡന്റ്, ഇസ്മായിൽ മൂത്തേടമാണ് വൈസ് പ്രസിഡന്റ്. മക്കരപ്പറമ്പ് ഡിവിഷനിൽ നിന്ന് യൂത്ത് ലീഗിന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള ഹാരിസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ ഇപ്പൊ എവിടെയെന്ന് അറിയാം? ഞങ്ങൾക്ക് 4 മാസമായിട്ട് ജയിലിലാ. എന്തിന്? ഒരു ജില്ലാ പഞ്ചായത്ത് ഭരണം ഉപയോഗിച്ചുകൊണ്ട് 23 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൽ നടപ്പാവുന്ന പദ്ധതിയിലേക്ക് നിക്ഷേപം വാങ്ങിയിരിക്കുന്നു. 1.5 കോടി നഷ്ടപ്പെട്ട ഒരാളിൻ്റെ അടുത്ത് വന്നിരുന്നു. നമ്മളൊരു സുഹൃത്തിന്റെ അമ്മാവനാണ്. വല്ല വഴിയുണ്ടോ ചോദിച്ചിട്ട്, നല്ല ലീഗാ, ഒറ്റ വഴിയുള്ളൂ, പാണക്കാട്ട് കൂടെ പോയി നോക്കിയായിരുന്നു. ആയിക്കൂടെ പോയിട്ട് മടങ്ങി വരും. അവസാനം വല്ല വഴിയുണ്ടോ ചോദിച്ചു. എന്നാ പരാതി കൊടുത്തളിയാർ. 23,65,00,000 രൂപ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഷെയർ കൂട്ടാം. അപ്പൊ എനിക്കത് മനസ്സിലായില്ല. കുറച്ചു കാലം ജനപ്രതി ഇത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ നമ്മുടെ ജില്ലാ പഞ്ചായത്തിലെ നമ്മളെ മെമ്പർ ഉണ്ട് അഫ്സലിനോട് ചോദിച്ചു, ഇതെന്താ അഫ്സലെ പരിപാടി, എങ്ങനെയാ ഇത്, എന്താ സംഭവം എന്നറിയോ? റോഡും തോടും കുളം ഒക്കെ നിർമ്മാണം അക്രഡിറ്റ് ഏജൻസിക്ക് കൊടുക്കും. അക്രഡിറ്റ് ഏജൻസി കുളം നിർമ്മിക്കാൻ അനുമതിയില്ല ഏജൻസി അല്ലെങ്കിൽ അവരൊരു കരാറുകാരന് കൊടുക്കും. ആ കരാറുകാരൻ ലീഗ് ബിനാമിയാവും. ആ കരാറുകാരന്റെ കൂടെ പണം മുടക്കലാണ് ഈ പണം മുടക്കൽ. ഏതെങ്കിലും ലീഗുകാരൻ ആവലാതിപ്പെടുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരങ്കലാപ്പോലക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അതവര് ജന്മവാസനയാണ്, തൊട്ടാ കക്ക എന്നുള്ളത്. അതുകൊണ്ട് അതിനവർ അവാർഡ് കൊടുക്കും. ഇപ്പൊ അടുത്തൊരു വ്യാപാരിയുടെ കടയിൽ നിന്ന് ഒരു ചങ്ങായി കട്ടുണ്ടോ ഈ സാധനം, ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ ഇയാളെ തിരിച്ചറിഞ്ഞപ്പോ വ്യാപാരിയുടെ ഭാര്യ ഒരു മൊമെന്റോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ കള്ളന്റെ വീട്ടിൽ ചെന്നു, കട്ടോന്റെ ഒരു സൂപ്പർ മാർക്കറ്റ്. മീശ മാധവൻ അവാർഡ് കൊടുത്തു. എന്ന മാതിരി മീശ മാധവൻ അവാർഡ് ഏറ്റുവാങ്ങാൻ പറ്റിയവരാണ് ലീഗ്. മുസ്ലിം ലീഗിന് വർഗീയ നിലപാടുണ്ട്. മുസ്ലിം ലീഗ് വർഗീയ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരാണ്. അത് നിങ്ങൾക്ക് മലപ്പുറം ജില്ലയോട് ചേർന്ന് കിടക്കുമ്പോ അവിടുത്തെ മുസ്ലിം ലീഗിന്റെ കരുത്തും സഹായവും ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ മലപ്പുറം ജില്ലക്കെതിരാവും? അതെങ്ങനെ മതന്യൂനപക്ഷങ്ങൾക്കെതിരാവും? മതന്യൂനപക്ഷങ്ങൾ മുഴുവൻ മുസ്ലിം ലീഗാണോ? മതന്യൂനപക്ഷങ്ങൾ മുഴുവൻ മുസ്ലിം ജനവിഭാഗങ്ങൾ അംഗീകരിക്കുന്നവർ, മുസ്ലിം ജനവിഭാഗങ്ങളായിട്ടുള്ള മഹാഭൂരിപക്ഷം ജനവിഭാഗങ്ങളും മുസ്ലിം ലീഗിനെ അംഗീകരിക്കുന്നില്ല. മുസ്ലിം ലീഗ് ഒരു അഴിമതിയുടെ കൂടാരമാണ്. മുസ്ലിം ലീഗ് ഏത് മേഖലയിൽ നോക്കൂ നിങ്ങൾ. സരിൻ പറഞ്ഞത് മലപ്പുറം ജില്ലക്കെതിരാണെങ്കിൽ മലപ്പുറം ജില്ല നിങ്ങളുടെ തറവാടാണോ? ആ മലപ്പുറം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മോശമാണോ? മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് അല്ലാത്ത മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മോശമാണോ? ഒരു സമുദായത്തെ ചൂണ്ടിക്കാണിച്ച് അധികാരത്തിന്റെ കരുത്തും ഹുങ്കും കാണിച്ചുകൊണ്ട് നിങ്ങൾ 10-15 വർഷക്കാലം ഈ രാജ്യത്തെ ജനവിഭാഗങ്ങളെ
ഈ പഞ്ചായത്തിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്ന് ചൂണ്ടിക്കാണിച്ചൊരു സമരം നടത്തിയപ്പോ ആ സമരത്തിൽ ഈ രാജ്യത്തെ 15 വർഷക്കാലം നിങ്ങൾ നടത്തിയ നരനായാട്ട്, നിങ്ങൾ നടത്തിയ ജനവിരുദ്ധ നയം തിരുത്തണമെന്ന് പറയാൻ ആളുകൾ സദാ സന്നദ്ധമായി സംഘടിതമായി വന്നപ്പോ പതുക്കൊരു ഹാലളക്കമുണ്ടായി. അപ്പൊ പിന്നെന്താ ലക്ഷ്യം? ഞങ്ങൾ ചെയ്യാത്തതിനെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ മൂടി വെക്കാനുള്ള ഏറ്റവും നല്ല വഴി മതമാണ്. മതത്തിനെതിരെ പറഞ്ഞു, മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞു എന്ന് പറയലാണ്. ഇനി ഇസ്ലാമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഇസ്ലാം വിശ്വാസവും ആ വിശ്വാസത്തിന്റെ കാര്യങ്ങളുമാണ് നിങ്ങളുടെ പ്രശ്നം. മുസ്ലിം മതവിശ്വാസികൾക്കെതിരെ പറഞ്ഞു, മതന്യൂനപക്ഷങ്ങൾക്കെതിരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വരുത്തി തീർക്കുന്ന മുസ്ലിം ലീഗിനോട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന 7 വൻദോഷങ്ങളുണ്ട്. അതിന് സബീഉൽ മുബിക്കാത്ത് എന്നാണ് പറയാ. 7 വൻദോഷങ്ങൾ ഇസ്ലാം മതവിശ്വാസി ചെയ്യാൻ പാടില്ലാത്ത വലിയ ദോഷങ്ങൾ 7ആണ്. അതില് ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായി പറയപ്പെടുന്ന ഒരു കാര്യം പലിശ കച്ചവടത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. പലിശ കച്ചവടത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ല, പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടിൽ നിൽക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്നത് ഇസ്ലാം മതവിശ്വാസികളിൽ ഏറ്റവും മാറി നിൽക്കപ്പെടേണ്ട പ്രബലമായ തെറ്റാണ്. ആ തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയപ്പെടുന്നു. മുസ്ലിം ലീഗിന്റെ നേതാക്കൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുമോ, നിങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുന്ന പണത്തിന്റെ പലിശ നിങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന്? ഇനി മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഈ പഞ്ചായത്ത് തലം പോകട്ടെ, മലപ്പുറം ജില്ലയിൽ 100-ലധികം വരുന്ന സർവീസ് സഹകരണ ബാങ്കുകളുണ്ട്, 5-ലധികം വരുന്ന അർബൻ ബാങ്കുകളുണ്ട്, ഒട്ടേറെ റൂറൽ ബാങ്കിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. മലപ്പുറം ജില്ലാ ബാങ്ക് മുമ്പുണ്ടായിരുന്നു, കേരള ബാങ്ക് ആകുന്നതിന് മുമ്പ്. ഈ ബാങ്കുകളിലെല്ലാം പലിശ ഇടപാടാണല്ലോ, അതാണ് അതിന്റെ ലാഭം. അങ്ങനെ പലിശ സംബന്ധമായി ഇടപാട് നടക്കുന്ന ധനകാര്യ സ്ഥാപനമായിട്ടുള്ള ബാങ്കുകളുടെ പ്രസിഡന്റ് ആയിരിക്കാൻ മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്ക് പറ്റുമെങ്കിൽ അത് സബീഉൽ മുബിക്കാത്തല്ലേ? ഇസ്ലാം വിലക്കപ്പെട്ട 7 ദോഷങ്ങളിൽ ഒന്നല്ലേ? എന്താ മുസ്ലിം ലീഗ് ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആ ദോഷം ചെയ്യില്ല എന്നൊരു പ്രതിജ്ഞ എടുത്ത് ഈ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടപാടിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറാകാത്തത്? അധികാരത്തിന് വേണ്ടി മതത്തെ ചാച്ചും ചരിച്ചും വെക്കാനും അധികാരത്തിന് വേണ്ടി മതത്തെ ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നുള്ളത് കൊണ്ട് നിങ്ങളെ വർഗീയ പാർട്ടി എന്ന് വിളിച്ചെങ്കിൽ അത് വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കും. അതിന് നിങ്ങൾ എത്ര തെമ്മാടിത്തരം പറഞ്ഞാലും അത് തലനാരിയുടെ കീറി പരിശോധിക്കാൻ ഞങ്ങൾ സന്നദ്ധമാകും. ഇനി ഞങ്ങളുടെ മതനിരപേക്ഷത മുസ്ലിം ലീഗിനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. ഈ രാജ്യത്തെ മുസ്ലിം ലീഗിനെ ചോദ്യം ചെയ്യപ്പെട്ടാൽ ഇനി സബീഉൽ മുബിക്കാത്തിന്റെ ഭാഗമായി 7 വൻദോഷങ്ങളിൽ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയുണ്ട്. അതെന്താണ്? നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന സ്ത്രീക്കെതിരെ വ്യഭിചാരാരോപണം ഉന്നയിക്കുക. ഇസ്ലാം വിലക്കേർപ്പെടുത്തിയ 7 വൻദോഷങ്ങളിൽ 7ാമത്തെ കാര്യമായി പറയുന്നത് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു സ്ത്രീക്കെതിരെ വ്യഭിചാരാരോപണം ഉന്നയിക്കുന്നത് ഇസ്ലാം വിലക്കപ്പെട്ട 7 വൻദോഷങ്ങളിൽ ഒന്നാണ്. നിങ്ങള് കുറച്ചു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒരു തെരുവമ്പറമ്പിൽ നബീസയുടെ കഥ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നാദാപുരത്തെ ജനകീയാസൂത്രണത്തിന്റെ കാലഘട്ടങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റിന്റെ ഭരണ തുടർച്ചയുണ്ടാകും 2001 എന്ന് തോന്നിയപ്പോഴാണ് നാദാപുരത്ത് നിന്ന് തെരുവമ്പറമ്പിൽ നബീസ എന്ന് പറയപ്പെടുന്ന ഒരു കുടുംബിനിയുമായി നിങ്ങൾ ഒരു പത്രസമ്മേളനം നടത്തിയത്. എന്താ പത്രസമ്മേളനത്തിൽ നിങ്ങൾ പറഞ്ഞത്? നാദാപുരത്തെ തെരുവമ്പറമ്പിൽ നബീസ മുഖമാകെ മൂടി, അപ്പുറത്തും ഇപ്പുറത്തും ലീഗിന്റെ 2 പ്രാദേശിക നേതാക്കൾ ഇരുന്ന് കാസർഗോഡ് പത്രസമ്മേളനം നടത്തി. എന്നിട്ട് പറഞ്ഞു, മാർസിസ്റ്റുകാർ എന്റെ വീട്ടിൽ കയറി എന്നെ മാനഭംഗപ്പെടുത്തി എന്ന്.
മാർക്സിസ്റ്റുകാരന്റെ വീട്ടിൽ കയറി എന്നെ മാനഭംഗപ്പെടുത്തി എന്ന് ഒരു സ്ത്രീയെ കൊണ്ട് സംസാരിപ്പിക്കാൻ മുസ്ലിം ലീഗ് നടത്തിയ ഗൂഢാലോചനയുടെ കേന്ദ്രമാണ് പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പയുടെ വീട്. പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി എന്ന കുഞ്ഞാപ്പയുടെ വീട്ടിൽ വെച്ച് നാദാപുരത്തെ തെരുവമ്പറമ്പിൽ നബീസയുടെ പ്രവാസിയായിട്ടുള്ള ഭർത്താവുമായി മുസ്ലിം ലീഗുകാരനായിരുന്ന KNCC-യുടെ പ്രവർത്തകനായിരുന്ന ആളുമായി ഉണ്ടാക്കിയ ഒരു ചർച്ചയുടെ ഭാഗമായി നിന്റെ വീട്ടിൽ കയറി മാർക്സിസ്റ്റുകാർ ഭാര്യയെ മോശമായി ഇടപെട്ടു എന്ന് പറയാനും പത്രസമ്മേളനം നടത്താനും 25 ലക്ഷം രൂപയാണ് ഓഫർ ചെയ്തത്. ഇത് ഞങ്ങൾ പറഞ്ഞതല്ല. തിരുവമ്പറമ്പിൽ നബീസയും നബീസയുടെ ഭർത്താവും പിന്നീട് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞതാണ്. രാജ്യമാകെ പ്രചരിപ്പിച്ചു. ഈ രാജ്യത്തെ സ്ത്രീകൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ വ്യാപകമായ പ്രചരണമായിക്കൊണ്ട് നിങ്ങളത് അഴിച്ചുവിട്ടു. നാദാപുരത്തെ തെരുവമ്പറമ്പിൽ നബീസ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ വീണ്ടും പത്രസമ്മേളനം നടത്തി. എന്നിട്ട് പറഞ്ഞു, എന്റെ മാനം കവർന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ, അപ്പുറത്തും ഇപ്പുറത്തും ലീഗ് നേതാക്കൾ ഇരുന്നു. എന്നിട്ടൊരു പാവം സോദരിയുടെ മാനം തെരുവിലിട്ട് വേട്ടയാടി 2001 ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അധികാരം തള്ളി നീങ്ങിയപ്പോഴും തിരുവമ്പറമ്പിൽ നബീസയോട് മുസ്ലിം ലീഗ് ഓഫർ ചെയ്തിരുന്ന 25 ലക്ഷം രൂപ കിട്ടിയില്ല എന്ന് കണ്ടപ്പോ, പലതവണ മുസ്ലിം ലീഗിന്റെ നേതാക്കളെ ബന്ധപ്പെട്ട് അത് കിട്ടിയില്ല എന്ന് കണ്ടപ്പോ തിരുവമ്പറമ്പിൽ നബീസയും നഫീസയുടെ സുഹൃത്തുക്കളും ഭർത്താവും ചേർന്നുകൊണ്ട് വീണ്ടും ഒരു പത്രസമ്മേളനം നടത്തി. എന്നിട്ട് തിരുവമ്പറമ്പിൽ നബീസ പറഞ്ഞു, കേരളീയ സമൂഹത്തോട് ആദ്യം ക്ഷമാപണം നടത്തി. എന്നിട്ട് പറഞ്ഞു, വികാരത്തോടുകൂടി എന്റെ അയൽപക്കത്തുള്ള ഒരു മാർക്സിസ്റ്റുകാരൻ ഒരു തവണ പോലും എന്നെ നോക്കിയിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ അനിഷ്ടമാകുന്ന ഒരു ആംഗ്യം എന്നോട് കാണിച്ചിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ എനിക്ക് അപ്രിയമാകുന്ന ഒരു പ്രവണത ഒരു ഘട്ടത്തിൽ പോലും ആ പ്രദേശത്തോ മറ്റു മേഖലയിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും എന്നോട് ചെയ്തിട്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മുസ്ലിം ലീഗുകാരിയും മുസ്ലിം ലീഗ് കുടുംബിനിയുമായിട്ടുള്ള എന്നോട് മുഖം കാണിക്കാതെ പത്രസമ്മേളനം നടത്തണം, 25 ലക്ഷം രൂപ തരും, സാമ്പത്തിക ബാധ്യതയുള്ള ഞാൻ എന്റെ കുടുംബത്തോട് ആലോചിച്ച് ഏറ്റെടുത്തു. പക്ഷെ 1 രൂപയും തന്നില്ല എന്ന് കണ്ടപ്പോ ഈ സത്യം എനിക്ക് പറയേണ്ടി വന്നതാണ്. ഒരു മാർക്സിസ്റ്റുകാരനും ഒരു വികാരത്തോടുകൂടി ഏതെങ്കിലും രീതിയിൽ ഒരു ആംഗ്യത്തോടുകൂടി എന്നോട് പ്രതികരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ നാദാപുരം തെരുവമ്പറമ്പിൽ നബീസയുടെ ചാരിത്രം വിറ്റ് അധികാരത്തിൽ കയറിയ ഗവൺമെന്റിന്റെ പേരായിരുന്നു ആന്റണി ഗവൺമെന്റ്. ആ ഗവൺമെന്റിലായിരുന്നു കുഞ്ഞാലിക്കുട്ടിയും മന്ത്രിമാരും. ഇസ്ലാമിന്റെ തെറ്റായ 7 പ്രവണതകളിൽ ഒന്ന് സാലിഹായത്തായ അല്ലെങ്കിൽ ശരിയായ വഴിക്ക് നടക്കുന്ന ഒരു സ്ത്രീക്കെതിരെയുള്ള വ്യഭിചാരോപണമല്ലേ? പലിശ കച്ചവടം ഇസ്ലാമിനെ അനുകരിക്കാൻ പറ്റുമോ? ഒരു സ്ത്രീയെ കൊണ്ടുവന്നുകൊണ്ട് വ്യഭിചാരോപണം ഉന്നയിക്കുന്നത് ഇസ്ലാം അംഗീകരിക്കുന്നതാണോ? ഇനി നിങ്ങൾ നോക്കൂ, യതീമിന്റെ ധനം അപഹരിക്കാൻ പാടില്ല. ഇസ്ലാം പറയുന്ന 7 വൻദോഷങ്ങളിൽ മറ്റൊന്നാണ് യതീമുകളുടെ ധനം അന്യായമായി ഭക്ഷിക്കാൻ പോലും, യതീമിന്റെ മുതൽ അന്യായമായി ഭക്ഷണമായി പോലും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു. നിങ്ങൾ നോക്കൂ, ഫാഷൻ ഗോൾഡ് തട്ടിപ്പ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കൗൺസിൽ അംഗം, മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ MLA ഖമറുദ്ദീൻ എന്ന് പറയപ്പെടുന്ന ആള് ജയിലിൽ കിടന്നത് എന്തിനാ? ഫാഷൻ കോഡ് തട്ടിപ്പിലാണ്. ആ ഫാഷൻ കോഡ് തട്ടിപ്പിൽ 1 കോടിയിലധികം രൂപ ഫാഷൻ കോഡിൽ നിക്ഷേപിച്ചിട്ടുള്ള ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ പരാതിയുണ്ട് കാസർഗോഡ് ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ കയ്യിൽ. ആ പരാതിയിൽ ആ സ്ത്രീ പറയുന്നത്, അകാലത്തിൽ വിധവയായ ഒരു സ്ത്രീയാണ് ഞാൻ, എന്റെ ഭർത്താവിന്റെ വിഹിതമായി കിട്ടിയ സമ്പത്ത് വിറ്റ പണമാണ്, എനിക്ക് 2 കുട്ടികളുണ്ട്, യതീം കുട്ടികളാണ്. ആ യതീം കുട്ടികളുടെ പണമാണ് ഒരു തങ്ങളെയും മുസ്ലിം ലീഗിന്റെ നേതാവിനെയും വിശ്വസിച്ചുകൊണ്ട് 1 കോടി രൂപ ഞാൻ ഫാഷൻ കോഡിൽ നിക്ഷേപിച്ചത്. ഇത് പരാതി പറയാൻ ചെന്ന പാണക്കാട്ട് നിന്ന് എനിക്കൊരു നീതിയും കിട്ടിയിട്ടില്ല. അവിടെയും നിങ്ങൾ ഇസ്ലാം വിലക്കേർപ്പെട്ടിട്ടുള്ള 7 വൻദോഷങ്ങളിൽ ഒന്ന് പിന്തുടരുന്നില്ലേ? ഇങ്ങനെ ഇസ്ലാം നിഷേധിക്കപ്പെട്ട, ഇസ്ലാം വിലക്കേർപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇനി ഇതെല്ലാം സൂചിപ്പിച്ച് മുസ്ലിം ലീഗിനെ നിങ്ങൾ ചോദ്യം ചെയ്തു നോക്കൂ. അപ്പൊ നിങ്ങൾ ഇസ്ലാമും പറയില്ല, വികസനവും പറയില്ല, മതവും പറയില്ല. പിന്നീട് നിങ്ങൾ പറയുക തെറിയാണ്. ആ തെറി പറയുന്നതിന് ഇസ്ലാം ഒരു പേര് പറഞ്ഞിട്ടുണ്ട്. ആ തെറി പറയൽ മുനാഫിക്കിന്റെ ലക്ഷണമാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതിരിക്കുകയും
വസ്തുതയോട് പ്രതികരിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ തെറി പറയുന്നു, അല്ലെങ്കിൽ അസഭ്യം പറയുന്നെങ്കിൽ അത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്. ഇങ്ങനെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഒരാളെ നിങ്ങളുടെ നാട്ടിൽ പരിശോധിച്ചു നോക്കിയാൽ അവൻ ഒന്നാം തരം ഒരു മുസ്ലിം ലീഗിന്റെ നേതാവായിരിക്കും എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. എന്നിട്ട് അവരാണ് നമ്മുടെ ഇസ്ലാം പഠിപ്പിക്കാൻ വരുന്നത്, നമ്മളെ മതം പഠിപ്പിക്കാൻ പറയുന്നത്. 1000 ഖാദിമാരുടെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ആ സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാളുണ്ട്, മൈൻ ഹാജി, മുസ്ലിം ലീഗിന്റെ നേതാവ്. ഇപ്പൊ സമസ്ത പണ്ഡിത സഭക്കകത്ത് നടക്കുന്ന ചില പ്രയാസങ്ങൾ ഇവരൊക്കെ ഉണ്ടാക്കുന്നതാണ്. 1958 വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അധ്യക്ഷനായി തുടങ്ങിയ മുസ്ലിം നവോത്ഥാനത്തിന്റെ മുന്നേറ്റത്തിൽ ഒരു പങ്ക് വഹിക്കാൻ കഴിയുന്ന സമസ്ത പണ്ഡിത സഭയിലെ മുഷാവറ അംഗങ്ങളെ മൈൻ ഹാജി അഭിസംബോധന ചെയ്യുന്ന ഒന്നുണ്ട്. ഒരു കല്ലായി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരാള് വഖഫിന്റെ പേരിൽ കോഴിക്കോട് കടപ്പുറത്ത് നടത്തിയ പ്രസംഗത്തിൽ റിയാസും വീണയും നടത്തുന്ന ദാമ്പത്യ ജീവിതം വ്യഭിചാരമാണ് എന്ന് പറഞ്ഞതിന് മുസ്ലിം ലീഗ് ഇസ്ലാമിക വെർഷനിൽ ഒരു മറുപടി പറയുമോ? വീണ എന്ന ഹൈന്ദവയായ പെൺകുട്ടിയെ മുസൽമാനായിട്ടുള്ള റിയാസ് കല്യാണം കഴിച്ച് വിവാഹ ജീവിതം നടത്തുന്നത് വ്യഭിചാരമാണ് എന്ന് ഉന്നയിച്ചതിനോട് മുസ്ലിം ലീഗ് മതപരമായി മറുപടി പറയുമോ? ഈ രാജ്യത്തെ സഹകരണ സംഘങ്ങളുടെ പ്രസിഡന്റ് ആയിരിക്കുന്നത് അനിസ്ലാമികമെന്ന് ചൂണ്ടിക്കാണിക്കുന്നതിനോട് നിങ്ങൾ പ്രതികരിക്കുമോ? യതീം കുട്ടികളുടെ ധനം അപഹരിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമെന്നിരിക്കെ അതിനോട് നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാകുമോ? തയ്യാറാകില്ല. നിങ്ങൾ ഈ മതവിശ്വാസികളെ പറഞ്ഞു പറ്റിച്ച് അവരുടെ തല എണ്ണി കാണിച്ചു കൊടുത്ത് ആവാവുന്ന അധികാരം കൈയാളി അതിലൂടെ അഴിമതി നടത്തുന്ന ഒരു അഴിമതി കൂട്ടമായി മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു. ഖായിദെ മില്ലത്തിന്റെ ചരിത്രമെല്ലാം മുസ്ലിം ലീഗ് വിട്ടിരിക്കുന്നു. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ ചരിത്രപരമായിട്ടുള്ള ആ പാരമ്പര്യം വിട്ടിരിക്കുന്നു. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിന്റെ പാരമ്പര്യം മുസ്ലിം ലീഗ് വിട്ടിരിക്കുന്നു. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിന്റെ ഒരു പ്രസംഗത്തിലെ വരിയുണ്ട്, 1000 കൊള്ളരുതാത്തവന്റെ നേതാവായിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു കൊള്ളാവുന്നവന്റെ അനുയായിയായിരിക്കാനാണ്. അങ്ങനെ ഒരു കൊള്ളാവുന്നവനുമില്ലാത്ത പാർട്ടിയായി മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ രാജ്യത്തെ രാഷ്ട്രീയ പോരാട്ടങ്ങളെ മതപരമായി ഉപയോഗിക്കുകയും വർഗീയമായി ചേരിതിരിവിനാക്കം കൂട്ടി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നത്. ഇസ്ലാം വർഗീയതക്കെതിരാണ്, അസബിയത്ത് എന്നാണ് വർഗീയത, വിഭാഗീയത എന്ന പദത്തിന്റെ അർത്ഥം. ഇമാം അബൂദാവൂദ് എന്ന ഇസ്ലാമിക സൂഫി വര്യന്റെ പ്രസിദ്ധമായ ഒരു വചനമുണ്ട്, ലൈസ മിന്നാ ഖാത്തല ഇലാ ഹസബിയത്തും, വർഗീയമായി സംസാരിക്കുന്നതും ആളെ ചേർക്കുന്നതും ഇസ്ലാമിക വിരുദ്ധമാണ്. നിങ്ങൾ ഏത് മതത്തിന്റെ ആളുകളാണെന്ന് പറയൂ. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണോ? എങ്കിൽ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് മറുപടി പറയാം. മുസ്ലിം ലീഗ് മതസംഘടനയാണോ? ഞങ്ങൾ മതപരമായിട്ട് മറുപടി പറയാം. നിങ്ങൾ മോരും മുതലയുമാണെങ്കിൽ ആ അർത്ഥത്തിലുള്ള മറുപടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നിരിക്കും. 2 കൈയും നീട്ടി സ്വീകരിക്കാൻ പാകപ്പെട്ട് നിൽക്കേണ്ടി വരും. ഒരു ചെപ്പടി വിതയുടെ മുന്നിലും ശിരസ് കുനിച്ച പാരമ്പര്യം ഈ ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ വക്താക്കൾക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകുന്നവരൊന്നുമല്ല. ഇനി ഞങ്ങൾക്ക് 4 എണ്ണം കൊണ്ടാ തറവാട്ട് പേര് പോകുന്ന ഒരു തറവാട്ടൊന്നുമല്ല ഞങ്ങൾ വരുന്നത്. ഞങ്ങളുടെ വീട്ടുപേര് സഖാവ് എന്നാണെങ്കിൽ ആ വീട്ടുപേരിനൊരു കരുത്തി മണ്ണിലുണ്ട്. എന്നിട്ട് നിങ്ങൾ സരിന്റെ പ്രസംഗം മലപ്പുറം ജില്ലക്കെതിരെ, ആ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ. ഇനി ഇസ്ലാം മതവിശ്വാസം, ഞാൻ CPM-ന്റെ പെരിന്തൽമണ്ണ ഏരിയ സെന്ററിൽ പ്രവർത്തിക്കുന്ന ആളാണ്. 10-15 വർഷക്കാലമായിട്ട് ഈ പഞ്ചായത്ത് ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ പെരിന്തൽമണ്ണ അർബൻ ബാങ്കിന്റെ ചെയർമാനാണ്. ഞാൻ 2 മാസം മുന്നല്ലേ ഉംറക്ക് പോയത്. 2 മാസം മുന്നേ ഞാനും എൻ്റെ ഭാര്യയും മോളും, ചെറിയ മോളും ഉംറക്ക് പോയി. അപ്പൊ പോകാൻ പാർട്ടിയിലേക്ക് കത്ത് കൊടുത്തു ഏരിയ സെക്രട്ടറിക്ക്. ഇപ്പൊ ഏരിയ സെക്രട്ടറി 20 ദിവസം ലീവ് അനുവദിച്ചു. കൂട്ടത്തിൽ ഒരു വിശദീകരണം കൊടുക്കാൻ പറഞ്ഞു. 24 2,40,000 ഉറുപ്പ്യ എവിടുന്ന് ചെലവഴിക്കുന്നു എന്ന് പറയണം. അത് ലീഗ് ചോദിക്കുവോ? ഉംറക്ക് പോകുമ്പോ പണം വേണല്ലോ, ഒരാൾക്ക് 80,000 രൂപ വേണം. ആ പണം എവിടുന്നാണെന്ന് പറയണം എന്ന് പറഞ്ഞതിനപ്പുറത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു വിശ്വാസത്തിനും എതിരായിട്ടില്ല, ഒരു ന്യൂനപക്ഷത്തിനും എതിരല്ല, ഭൂരിപക്ഷത്തിനും എതിരല്ല. പക്ഷേ വർഗീയതക്കെതിരാണ്, RSS-നെതിരാണ്, ജമാഅത്തെ ഇസ്ലാമിക്കെതിരാണ്, മതന്യൂനപക്ഷ വർഗീയത ഉയർത്തുന്നവർക്കെതിരാണ്. മുസ്ലിം ലീഗ് വർഗീയത പറയുന്നിടത്ത് ഘട്ടത്തിൽ അത് നിവർന്ന് നിന്ന് ചോദ്യം ചെയ്യപ്പെടും. നിങ്ങളുടെ കോട്ടകൊത്തളങ്ങളിൽ മലപ്പുറത്ത് ചോദ്യം ചെയ്തിട്ടില്ലേ?
മലപ്പുറമാണല്ലോ നിങ്ങളുടെ മക്ക. ആ മലപ്പുറത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരായി ഞങ്ങൾ നിൽക്കുന്നത് നിങ്ങളോട് ഇതെല്ലാം ചോദിച്ചുകൊണ്ടാണ്. ഇനി നിങ്ങൾ മതപരമായിട്ടുള്ള വിഷയങ്ങളുടെ സംവാദമാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്. നമുക്കൊരു ടിക്ടോക്ക് നടത്താം, ഒരു ടേബിൾ ടോക്ക് നടത്താം. ഇനി രാഷ്ട്രീയ സംവാദമാണോ? ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? UPA ഗവൺമെന്റിന്റെ കാലത്താണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു കമ്മീഷന് വെച്ചത്, രജീന്ദർ സച്ചാർ കമ്മീഷൻ. ഇന്ത്യയിലെ ദളിതാദിവാസി മേഖലയിലെയും മതന്യൂനപക്ഷങ്ങളുടെയും ജീവിതം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ട് വെച്ചു, അന്വേഷിക്കാൻ കമ്മീഷന് വെച്ചു. രജീന്ദർ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു. രജീന്ദർ സച്ചാർ റിപ്പോർട്ട് ഓരോ സംസ്ഥാനങ്ങളുടെയും പഠനം വ്യത്യസ്തമായിരുന്നു. അപ്പൊ ഓരോ സംസ്ഥാന ഗവൺമെന്റും രജീന്ദർ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് എടുത്ത് പരിശോധിക്കാൻ ഓരോ കമ്മീഷനെ വെച്ചു. അങ്ങനെ കേരളത്തിൽ VS ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ വെച്ച കമ്മീഷന്റെ പേരാണ് പാലോളി കമ്മീഷൻ. പാലോളി കമ്മീഷൻ ഈ രജീന്ദർ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിച്ചു. പാലോളി കമ്മീഷൻ രജീന്ദർ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിച്ചപ്പോ 3-4 മേഖലയിലെ പ്രതിസന്ധികളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ മതന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള പ്രതിസന്ധി പറയുന്നുണ്ട്, ദളിതർക്കിടയിലുള്ള പ്രതിസന്ധി പറയുന്നുണ്ട്, ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന മറ്റു വിഭാഗങ്ങൾ ജോലിയെടുക്കുന്ന മേഖലയിലെ പ്രതിസന്ധി പറയുന്നുണ്ട്. ആ പ്രതിസന്ധിയിൽ ഒരു മേഖലയാണ് കേരളത്തിലെ മദ്രസയിൽ കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന 1.5 ലക്ഷം വരുന്ന അധ്യാപകരുടെ പ്രതിസന്ധി പാലോളി കമ്മീഷൻ കണ്ടെത്തി. ഇപ്പൊ 3000, 4000, 5000 ഒക്കെ ശമ്പളമായിട്ടുണ്ട്. 1000, 1200, 1500 മദ്രസയിലെ കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിക്കാൻ പോകുന്ന 1.5 ലക്ഷം വരുന്ന മദ്രസ അധ്യാപകരെ ഗവൺമെന്റ് വിളിച്ചു ചേർത്തു, അവരുടെ പ്രതിനിധികളെ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ ക്ഷേമനിധി ആലോചിക്കുന്നു, തുടർന്ന് പെൻഷൻ ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള നടപടിയിലേക്ക് പോകുന്നു. അപ്പൊ മുസ്ലിം ലീഗ് കോട്ടക്കലിൽ ഒരു യോഗം വിളിച്ചു ചേർത്തു. കേരളത്തിലെ എല്ലാ മതസംഘടനകളുടെയും തലപ്പത്തുള്ള ആളുകളെല്ലാം വിളിച്ചു ചേർത്തു. എന്നിട്ട് പറഞ്ഞു, യാതൊരു കാരണവശാലും നിങ്ങൾ ആ ക്ഷേമനിധിയിൽ ചേരരുത്, അതിൽ നിന്ന് പെൻഷൻ സ്വീകരിക്കരുത്. അതിൽ മദ്യഷാപ്പിൽ നിന്ന് വരുന്ന പണമുണ്ട്, അതിൽ ഹലാലല്ലാത്ത പണമുണ്ട്. അതുകൊണ്ട് ഹറാമായ പണമായി മാറി നിങ്ങളുടെ ജീവിതത്തിന് ബാധ്യതപ്പെട്ടു പോകരുത് എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള, അഹമ്മദ് സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ കോട്ടക്കലിലെ മുസ്ലിം മത സംഘടനകളുടെ നേതാക്കളുടെ യോഗത്തിൽ പ്രസംഗിച്ചു. ഇപ്പൊ നിയമസഭയിലെ MLA-ക്ക് കിട്ടുന്ന ശമ്പളം എവിടുന്ന? പാർലമെന്റിൽ MP-ക്ക് കിട്ടുന്ന ശമ്പളം എവിടുന്ന? മന്ത്രിയായിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ വാഹനത്തിന്റെ ഡീസൽ എവിടുന്ന? കുഞ്ഞാലിക്കുട്ടി മസ്കറ്റ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിന്റെ ബില്ല് എവിടുന്ന? അതൊക്കെ സർക്കാരിൽ നിന്ന്. അപ്പൊ അത് ഹലാലാണ്. ഈ 1.5 ലക്ഷം വരുന്ന മദ്രസ അധ്യാപകർക്ക് കൊടുക്കുന്നത് ഹറാമോ കറാഹത്തോ ഹലാലോ ഫർളോ ഷിഫേ നോക്കാൻ വേണ്ടി നടന്നപ്പോ ആ 1.5 ലക്ഷം വരുന്ന അധ്യാപകരും മുസ്ലിം ലീഗിന്റെ ഈ വാദഗതി അംഗീകരിച്ചില്ല, തൃണവത്കരിച്ച് മുന്നോട്ട് പോയി, ക്ഷേമനിധിയിൽ അംഗമായി. 1.5 ലക്ഷത്തിലധികം വരുന്ന മതന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളിൽ അക്ഷരം പഠിപ്പിക്കുന്ന, ഞെരിയാണിക്ക് മുകളിൽ മുണ്ടെടുത്ത് തൂവള്ള വസ്ത്രം ധരിച്ച് തലയിലെ കെട്ടും കെട്ടി നടക്കുന്ന പാവപ്പെട്ട മുഅല്ലിമുകൾക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ച ഗവൺമെന്റിന്റെ പേര് VS ഗവൺമെന്റ് എന്നാണ്. അപ്പൊ അപ്പുറത്തുനിന്ന് RSS-കാരൻ ഇത് ന്യൂനപക്ഷ പ്രീണന ഗവൺമെന്റ് ആണല്ലോ എന്ന്. അങ്ങനെയാണ് തുലാസിൽ വസ്തു വെച്ച മാതിരി, എവിടെ വെച്ച അവിടെ പൊന്തോ, അവിടെ വെച്ച പുറത്താഴും. RSS തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഒരു യോഗം വിളിച്ചു ചേർത്തു. എന്നിട്ട് പറഞ്ഞു, കേരളത്തിലെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന മല്ലാക്കമാർക്കെല്ലാം പണം കൊടുക്കുകയാണ് ഖജനാവിൽ നിന്ന്, ക്ഷേമനിധിയിലൂടെ പെൻഷൻ കൊടുക്കുകയാണ്. അതിനെതിരെ ശക്തമായി പ്രക്ഷോഭം നടത്താൻ സംഘപരിവാർ ശക്തികൾ തീരുമാനിച്ചു. അപ്പോഴാണ് രജീന്ദർ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായി പഠനം നടത്തിയ പാലോളി കമ്മീഷന്റെ തൊട്ടടുത്ത ശുപാർശ, നിങ്ങൾ അമ്പലത്തിൽ പോകുന്ന വിശ്വാസികളാണല്ലോ, ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ മത വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, നിങ്ങൾ അമ്പലത്തിൽ പോയി ചന്ദനമുട്ടിയിൽ തൊട്ട് നെറ്റിയിൽ തേക്കുന്ന കുറിയിടുന്നുണ്ടല്ലോ,
ആ ചന്ദനമരച്ച് ചന്ദനം മുട്ടിയെപ്പോലെ തേഞ്ഞ് അമ്പലത്തിൽ പൂമാല കോർക്കുന്ന ചന്ദനം മുട്ടിയെപ്പോലെ തേഞ്ഞ് ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പാടുപെടുന്ന കഴകക്കാരന് സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ച ഗവൺമെന്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റാണ്. നിങ്ങൾ ഞങ്ങളുടെ മതം തേടിക്കോളൂ, നിങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തെ തോടിക്കോളൂ. നിങ്ങൾ നടത്തുന്ന അന്ധവിശ്വാസങ്ങൾക്കും വർഗീയതക്കും എതിരെ നടത്തുന്ന പ്രചരണം മതവർഗീയതയും വിശ്വാസവും ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെട്ടാൽ ഞങ്ങളെ മതനിഷേധികളാക്കിക്കോളൂ. പക്ഷേ കേരളം എന്ന സംസ്ഥാനത്ത് മാറി വന്ന ഗവൺമെന്റുകളുടെ കാലഘട്ടങ്ങളിൽ ഓരോ ഘട്ടവും എടുത്ത് പരിശോധിച്ചു നോക്കൂ. ആ ഘട്ടങ്ങളിലെല്ലാം ന്യൂനപക്ഷങ്ങളുടെയും ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ അധസ്ഥി വിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളാണ് കേരളത്തിൽ. ഇവിടെ ഞങ്ങളുടെ ഈ ക്യാമ്പയിൻ കേൾക്കുന്ന ആളുകൾ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മാറിയിട്ടാണല്ലോ ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. ആ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ ക്ഷേമ പെൻഷൻ 500 രൂപയായിരുന്നു. 125 രൂപയാണ് VS അധികാരത്തിൽ വരുമ്പോ. VS പോകുമ്പോ 400 രൂപയാണ്. പിന്നീട് ഉമ്മൻചാണ്ടി വന്ന് 5 വർഷം എന്ന 60 മാസക്കാലം അധികാരത്തിലേറ്റിയിട്ട് നിങ്ങൾ വർദ്ധിപ്പിച്ചത് 100 രൂപയാണ്. 28 ലക്ഷം ആളുകളാണ് പെൻഷൻ വാങ്ങുന്നവരുണ്ടായിരുന്നത്. ഇപ്പോഴോ ആ 500 രൂപ തന്നെ പെൻഷൻ കിട്ടണമെങ്കിൽ എല്ലാ മാസവും നാഷണലൈസ് ബാങ്കിലേക്ക് പോകണം. ആര് പോകണം? കണ്ണു കാണാത്തവൻ, ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന കാലിന് സ്വാധീനമില്ലാത്തവൻ, 75 വയസ്സായ വയോധികരുടെ പെൻഷൻ വാങ്ങുന്നവൻ 2ാം നിലയിലുള്ള നാഷണലൈസ് ബാങ്കിന്റെ മുകളിലേക്ക് ഇഴഞ്ഞു നീങ്ങി ഈ 500 രൂപ വാങ്ങിപ്പോകണം. അപ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രകടന പത്രിക മുന്നോട്ട് വെച്ചത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെൻഷൻ തുക ഇരട്ടിയാക്കും, നിങ്ങൾ പറയുന്നത് പോലെ തരും. 2001 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. എല്ലാ ഗ്രാമപഞ്ചായത്തുകളുടെയും പെൻഷൻ ഗുണഭോക്താക്കളുടെ സ്റ്റാറ്റസ് എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഒരു പെർഫോമ ഗവൺമെന്റ് ഡിസൈൻ ചെയ്ത് താഴോട്ട് കൊടുത്തു. എന്നിട്ട് അതിൽ 3 തരത്തിൽ പെൻഷൻ വിതരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണോ ഗുണഭോക്താവ് മാർക്ക് ചെയ്യുന്നത് അതുപോലെ പെൻഷൻ വീട്ടിലെത്തിക്കും. അതാണ് ഗവൺമെന്റ് പറഞ്ഞത്. നിങ്ങൾക്ക് പോസ്റ്റ്മാൻ കൊണ്ടുവന്നാൽ മതിയോ? അങ്ങനെ പറയുന്നവർക്ക് അങ്ങനെ വരും. നിങ്ങൾക്ക് അക്കൗണ്ടിൽ കിട്ടി, നിങ്ങൾ പോയി വിഡ്രോ ചെയ്താൽ മതിയോ? എങ്കിൽ അങ്ങനെ തരും. നിങ്ങൾക്ക് സർവീസ് സഹകരണ ബാങ്കിന്റെ കറസ്പോണ്ടന്റ് വഴി നിങ്ങളുടെ വീട്ടിലെത്തിയാൽ മതിയോ? അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ വരും. 62.5 ലക്ഷം ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ട് കേരളത്തിൽ 1600 രൂപ നിരക്കിൽ. ആ 62 ലക്ഷം വരുന്ന ആളുകൾക്ക് 1600 രൂപ നിരക്കിൽ എല്ലാ മാസവും 1600 രൂപ നിരക്കിൽ പെൻഷൻ കൊടുക്കുമ്പോ 30 ദിവസത്തെ 1600 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 50 രൂപയിലധികം ഉണ്ടാവും. 50 രൂപയിലധികം എല്ലാ ദിവസവും 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യ രാജ്യത്തെ ഏക ഭൂപ്രദേശത്തിന്റെ പേരാണ് ചുവപ്പൻ കേരളം എന്ന് മനസ്സിലാക്കണം. ആ പെൻഷൻ നിലനിൽക്കണമോ വേണ്ടയോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. താമസിയാതെ 2000 രൂപയാകാൻ പോവാണ്. ആ വാർത്തയുടെ ഒരു ചെറിയ വക്ക് കണ്ട അന്ന് ഹാലളകിയാണ് സതീശന്. ഇപ്പോഴും നിന്നിട്ടില്ല. ഈ പെൻഷൻ വാങ്ങുന്ന ഒരു കാലത്തും ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് നിശ്ചയിച്ച ലീഗുകാരനോട് ഞങ്ങളെ എതിർക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടേതല്ലാത്ത ഒരു ഗവൺമെന്റ് വന്നാൽ ഈ പെൻഷൻ കിട്ടില്ല എന്ന് നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾക്കറിയാം. അത് ലീഗരും പറയാറുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ എല്ലാ മാസവും ഈ പെൻഷൻ കിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് പെൻഷൻ വാങ്ങുന്ന മഹാഭൂരിപക്ഷം ഗുണഭോക്താക്കളും. പിന്നെ എന്താ ഈ പറയണെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് 957 ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിമോചന സമരകാലത്ത് ജനിച്ചതാണ്. ചില പണഞ്ഞു കത്തും, ചില പാളിക്കത്തും. ചിലപ്പോൾ അവർ മതം പറയും, ചിലപ്പോൾ വർഗീയത പറയും, ചിലപ്പോൾ പുരോഗമനാശയം പറയും, ചിലപ്പോൾ യുക്തിവാദം പറയും, ചിലപ്പോൾ നിരീശ്വരവാദം പറയും. എന്തും പറയും. കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാനായാൽ മതി. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണി രാജ്യത്തുണ്ട്. ആ വിരുദ്ധ മുന്നണി പല രീതിയിൽ കേരളത്തിൽ ഇന്ന് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ,
ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് കേരളത്തിന് വേണ്ടി മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തിയത് ഇപ്പോഴും യൂട്യൂബ് കിടക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് നമ്മളുടെ ചിരകാല സ്വപ്നമായിട്ടുള്ള ദേശീയപാത സ്ഥലമെടുക്കലിന്റെ ആപ്പീസ് അടച്ചുപൂട്ടി അതിന്റെ താക്കോൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉപരിതല ഗതാഗത വകുപ്പിന് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നു. ആരാ പറഞ്ഞത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആരാ മുഖ്യമന്ത്രി? ഉമ്മൻചാണ്ടി. ഏതാ പാർട്ടി? കോൺഗ്രസ്. ആരാ അന്നത്തെ PWD വകുപ്പ് മന്ത്രി? മുസ്ലിം ലീഗിന്റെ ഇബ്രാഹിം കുഞ്ഞ്. സ്ഥലമേറ്റെടുക്കാൻ കഴിയാത്തത് കൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കേരളത്തിലെ ആപ്പീസ് അടച്ചുപൂട്ടുകയും നാഷണൽ ഹൈവേ എന്ന ആശയം ഉപേക്ഷിക്കുകയും ചെയ്ത ഗവൺമെന്റിന്റെ പേരാണ് UDF ഗവൺമെന്റ്. പിണറായി വിജയൻ 9.5 വർഷക്കാലമായി അധികാരത്തിൽ വന്നിട്ട് എന്തുണ്ടായി എന്നൊക്കെ ചോദിക്കുന്നവനോട് 10 മിനിറ്റ് നിന്ന് പറഞ്ഞു കൊടുത്ത ഓനും സമ്മതിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് പ്രശ്നം. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മനസ്സുണ്ട്. ആ ദേശീയപാത സ്ഥലമേറ്റെടുപ്പിന്റെ ആപ്പീസ് അടച്ചുപൂട്ടിയത് തുറന്ന് 600 മീറ്റർ നീളത്തിൽ 45 മീറ്റർ വീതിയിൽ 2 സൈഡിൽ സർവീസ് റോഡോട് കൂടി നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ കേരളത്തിൽ സ്ഥലം കിട്ടാത്തതായിരുന്നു പ്രശ്നമെങ്കിൽ 5600 കോടി രൂപ കേരള ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് കൈമാറി അതിലൂടെ സ്ഥലം ഏറ്റെടുത്ത് കേന്ദ്ര ഗവൺമെന്റിനെ ഏൽപ്പിച്ചപ്പോഴാണ് നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമായത്. അല്ലാതെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ മാതിരി തമിഴ്നാടിന്റെ അപ്പുറത്തും വന്നിക്കുന്നുണ്ട്, അപ്പുറത്ത് കർണാടകയിലും വന്നിട്ടുണ്ട്, ഇതിങ്ങനെ പോവല്ലേ, അവിടെ പോയാൽ നിൽക്കണില്ലല്ലോ എന്നൊക്കെ പറയുന്നത് അതൊരു സാധാരണ തമാശയാണ്. ആ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമായിരിക്കുന്നു കേരളത്തിൽ. 600 മീറ്റർ നീളമുള്ള ഒരു ദേശീയപാത വികസനത്തിന്റെ 80% പൂർത്തിയായപ്പോ 45 മീറ്റർ നീളമുള്ള കൂരിയാടിലെ വയലോരത്ത് കെട്ടിയിട്ടുള്ള റോഡൊന്ന് ഇടിഞ്ഞു. എന്തൊരു സന്തോഷമായിരുന്നു നമ്മുടെ രാജ്യത്തെ ലീഗായിരിക്കും കോൺഗ്രസ്സായിരിക്കും എന്നറിയോ? വലിയൊരുനാളും വെള്ളിയാഴ്ച ഒരുമിച്ച് വന്ന ആവേശമായിരുന്നു ലീഗിന്. ഒരു രാജ്യത്തിന്റെ ഗതാഗത മേഖലയിലെ പ്രശ്നം പരിഹരിക്കാൻ ദീർഘവീക്ഷണത്തോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി ഒരു ഗവൺമെന്റ് മുന്നോട്ടിറങ്ങി പരിഹരിച്ചതിൽ ഒരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് വന്നുണ്ടായിട്ടുള്ള അപകടത്തെ ആനന്ദമായി കണ്ട ലീഗ് ഇതേ പറയുള്ളൂ, ഇതിലപ്പുറം പറയുമെന്ന് കരുതണം. നിങ്ങൾ നോക്കൂ, 9 വർഷത്തിലധികമായല്ലോ കേരളത്തിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇന്ന് വോട്ടറാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കണമെങ്കിൽ 9 വയസ്സുമാണല്ലോ. അപ്പൊ 9 വർഷമായല്ലോ, അപ്പൊ 18 വയസ്സായല്ലോ. 18 വയസ്സായ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ 1 മിനിറ്റ് പവർ കട്ട് കണ്ടിട്ടുണ്ടോ? 1 മിനിറ്റ് ലോഡ് ഷെഡിങ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വ്യവസായ സ്ഥാപനത്തിന് കാർഷിക മേഖലയിലേക്ക് വൈദ്യുത മേഖലയിൽ പ്രതിസന്ധിയുണ്ട് എന്ന് നിങ്ങൾക്ക് കേട്ടുകേൾവിയല്ലേ? എങ്ങനെയാണ് കേരളത്തിന്റെ വൈദ്യുത മേഖലയിൽ ഈ 9.5 വർഷക്കാലമായി പവർ കട്ടില്ലാത്ത, ലോഡ് ഷെഡിങ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ ഇപ്പോ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന കുട്ടി, ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പവർ കട്ട് കണ്ടിട്ടില്ല, ലോഡ് ഷെഡ് കണ്ടിട്ടില്ല എങ്കിൽ അതിനൊരു കാരണമുണ്ട്. കേരളത്തിലേക്ക് വൈദ്യുതി കൊണ്ടുവരാനുള്ള വഴിയായിരുന്നു. അതാണ് കൊച്ചി ഇടമൺ പവർ ഹൈവേ കോൺഗ്രസ് ഉപേക്ഷിച്ചത് പോയതായിരുന്നില്ലേ? UDFന്റെ ഗവൺമെന്റ് ഉപേക്ഷിച്ചു പോയതായിരുന്നില്ലേ? ജി കാർത്തികേയനും ആര്യാട മുഹമ്മദും ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൾ വൈദ്യുതി വകുപ്പിന്റെ ചുമതല വഹിച്ചിട്ടില്ലേ? കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമാകുമ്പോ ഈ ജില്ലയിൽ നിന്നുള്ള ബാലേട്ടനല്ലേ മന്ത്രി? ഇന്ന് നിങ്ങൾക്ക് പവർ കട്ടിംഗ് ഉണ്ടോ? ലോഡ് ഷെഡിംഗ് ഉണ്ടോ? പവർ കട്ടില്ലാത്ത കേരളമായി, ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത കേരളമായി, നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകുന്ന ഒരു രാജ്യമായി ഈ കൊച്ചു കേരളം മാറി. മറ്റൊന്ന് നിങ്ങൾ നോക്കൂ, ഗെയിൽ വാതക പൈപ്പ് ലൈൻ നാഷണൽ ഹൈവേക്കെതിരെ സമരം നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അവിടെ കീഴാറ്റൂരിലെ വയലോലത്ത് ഒരു ടെന്റ് കെട്ടി, ആ ടെന്റിലേക്ക് നന്ദിഗ്രാമിൽ നിന്നാണെന്ന് പറഞ്ഞ് ഒരു പിടി മണ്ണ് കൊണ്ടുവന്ന് RSSന്റെ നേതാവും മുസ്ലിം ലീഗിന്റെ നേതാവും കോൺഗ്രസിന്റെ നേതാവും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവും പ്രകൃതി സംരക്ഷകരെന്ന് പറയുന്ന CR നീലകണ്ഠൻ ഉൾപ്പെടെ ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ഒരുമിച്ച് നിന്ന്
ഈ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകുന്ന പ്രശ്നമില്ല എന്ന് പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ഇന്നത്തെ കേന്ദ്ര സഹമന്ത്രിയുണ്ട് സുരേഷ് ഗോപി. ഞാനങ്ങട്ട് ഡൽഹിയിൽ ചെല്ലട്ടെ എന്ന് പറഞ്ഞതായിരുന്നു. നിങ്ങൾ കീഴാറ്റൂരിൽ പോയിട്ടുണ്ടോ? അവിടെ വയൽക്കിളികൾ എന്ന് പറയപ്പെടുന്ന ഒരു സമര സംഘടന ഉണ്ടാക്കിയില്ലേ നിങ്ങൾ? ഇന്ന് ആ വയൽക്കിളികളുണ്ടോ? അവിടെ റോഡിന് സ്ഥലമേറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള വിഭാഗങ്ങൾ വന്നപ്പോ ഒരു വെള്ളിയാഴ്ചയിൽ അതിന്റെ അലൈൻമെന്റ് നിശ്ചയിക്കാനുള്ള സർവേയർമാർ വന്നപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഒരു സമരം, ആ സമരം ജുമാ റോട്ടിൽ നമസ്കരിച്ചുകൊണ്ടായിരുന്നു. ഏത് മതത്തിനെ മുൻനിർത്തിക്കൊണ്ട്? ഇസ്ലാം മതത്തിന്റെ വിശ്വാസാചാരാനുഷ്ഠാനങ്ങൾ സമരമാർഗമായി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വെക്കുന്ന മതമാണ് ഇസ്ലാം മതം. ആ ഇസ്ലാം മതത്തിന്റെ പരമപ്രധാനമായിട്ടുള്ള ആരാധനാ രീതിയായിട്ടുള്ള നമസ്കാരം നടുറോട്ടിൽ ജമാഅത്തായി നമസ്കരിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ളവർ ദേശീയപാതക്കെതിരെയുള്ള സ്ഥലമേറ്റെടുപ്പിനെതിരെയുള്ള സമരം നടത്തിയത്. അതെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് ഭാവി കേരളത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടുന്ന ദേശീയപാത യാഥാർത്ഥ്യമാകുന്നത്, വൈദ്യുതി ക്ഷാമമില്ലാത്ത സംസ്ഥാനമാകുന്നത്, കേരളത്തിലെ 90% വീടുകളിൽ പെൻഷൻ വെത്തുന്ന സംസ്ഥാനമാക്കി മാറ്റിയത്. മറ്റൊന്ന് ഗെയിൽ വാതക പൈപ്പ് ലൈൻ ആയിരുന്നു. ഭൂമിക്കടിയിലൂടെ കടന്നു പോകുന്ന ബോംബാണ് ഏത് ഗെയിൽ. അതിന്റെ ഏറ്റവും വലിയ സമരം നടന്നത് മലപ്പുറം ജില്ലയിലെ പൊന്മള ഗ്രാമപഞ്ചായത്തിനകത്താണ്. പൊന്മള ഗ്രാമപഞ്ചായത്തിനകത്ത് എല്ലാ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും സംഘം ചേർന്നുകൊണ്ട് ഭൂമിക്കടിയിൽ ബോംബ് കുഴിച്ചിരുന്ന പിണറായി വിജയൻ എന്നാണ് പറഞ്ഞത്. ഇന്ന് ഗെയിൽ വാതക പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായിരിക്കുന്നു. എതിർത്തവന്റെ ആവശ്യങ്ങൾക്ക് അതിൽ നിന്ന് വാതകം കൊടുത്തുകൊണ്ടിരിക്കുന്നു. നാഷണൽ ഹൈവേയും ഗെയിൽ വാതക പൈപ്പ് ലൈനും വൈദ്യുത പ്രതിസന്ധിയും പെൻഷൻ മേഖലയിലെ പരിഷ്കരണവും എല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധം നിലനിൽക്കുമ്പോഴാണ് ഈ ഗവൺമെന്റ് നടപ്പാക്കുന്നത് എന്നുള്ളത് ഈ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനെതിരായി നടത്തുന്ന ഒരു സമരം കൂടിയാണ്. ഇനി കേന്ദ്ര ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലല്ലേ ദേശീയ പൗരത്വ ബില്ലിലെ ഭേദഗതി കൊണ്ടുവന്നത്? ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളിൽ പെടുന്ന മുസ്ലിം ജനവിഭാഗങ്ങളെ ആട്ടിയകറ്റാൻ കഴിയുന്ന ദേശീയ പൗരത്വ ബില്ലിൽ ഭേദഗതി കൊണ്ടുവന്നപ്പോ മുസ്ലിം മതവിശ്വാസികളില്ല. ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യനുണ്ട്, ബുദ്ധനുണ്ട്, ജൂതനുണ്ട്, ജൈനനുണ്ട്, പാഴ്സിയുണ്ട്. ബാക്കി മുസ്ലിം മതവിഭാഗത്തിൽപ്പെടുന്നവരെ മാറ്റി നിർത്തിക്കൊണ്ട് അയൽ രാജ്യങ്ങളിൽ നിന്ന് പൗരത്വം കൊടുക്കുകയും മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ബില്ലിന്റെ പരിഷ്കാരം കൊണ്ടുവന്നപ്പോ നിങ്ങൾക്ക് കളങ്കരഹിതമായി ഈ മതനിരപേക്ഷതക്കുള്ള പോരാട്ടത്തിൽ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം ഈ ചെങ്കൊടിയായിരുന്നു എന്നുള്ളതല്ലേ അതിന്റെ വസ്തുത? ആ സമരത്തിന് ദിശ കൊടുത്ത സംസ്ഥാനമല്ലേ കേരളം? ദേശീയ പൗരത്വ ബില്ലിനെതിരെ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ നിയമപോരാട്ടം നടത്തുന്ന നിയമസഭയല്ലേ കേരള നിയമസഭ? ഒരു പ്രമേയം അവതരിപ്പിച്ച സഭയല്ലേ കേരള നിയമസഭ? ഞങ്ങളെ നോക്കി മതന്യൂനപക്ഷത്തിനെതിരെന്ന് പറയുന്ന മുസ്ലിം ലീഗ് നേതാക്കളുടെ ഈ കാപട്യം തുറന്നു കാണിക്കപ്പെടുന്ന ഉജ്ജ്വലമായ പ്രക്ഷോഭങ്ങൾ ഈ പ്രദേശത്ത് ഇനിയും ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അത് ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. അത് നിങ്ങൾ മതം പറഞ്ഞിരുത്തിയാലൊന്നും ഞങ്ങൾ ഇരിക്കില്ല. ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഈ ഗവൺമെന്റിന്റെ ഓരോ ഘട്ടവും നോക്കൂ. നിങ്ങളിപ്പോ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിലാണല്ലോ നിൽക്കുന്നത്. ഗവൺമെന്റ് കൃത്യമായ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിനും എതിരെ പ്രധാനപ്പെട്ട് കൊണ്ടുവന്ന 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതൊന്ന് സ്വർണ്ണക്കടത്തായിരുന്നു. എവിടുന്ന്? വിദേശത്തേക്ക് പോകുമ്പോ സ്വർണം കടത്തി എന്നുള്ളതാണ് ഒരാരോപണം. എങ്ങനെയാണ് സ്വർണം കടത്തിയത്? 3 മേഖലകളിലാണ്. ഒന്ന്, ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടു എന്ന് പറഞ്ഞതാണ്. ഇങ്ങനെ ആരെങ്കിലും യുക്തിക്ക് നിരക്കുന്ന ഒരു വാദം ഉന്നയിക്കണ്ടേ? യുക്തിയില്ലാതെ തലച്ചോറ് ചെയ്ത്താൻ തിന്നുപോയ ലീഗ് കേൾക്കുമെന്നല്ലാതെ മാനവരാശിയിൽ മനുഷ്യൻ കേൾക്കുവോ? ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി എന്ന് മാത്രമല്ല, UAE രാജാവിന്റെ ഭാര്യക്ക് എന്ത് കൊടുത്തു? കൈക്കൂലി കൊടുത്തു. ആര്? പിണറായി വിജയൻ. കടല് തോട്ട് ചേരുക. ഏത്? UAE ഷെയ്ഖിന്റെ ഭാര്യക്ക് ഇവിടെ നമ്മൾ പെൻഷൻ കൊടുക്കാൻ തന്നെ പൈസ ഇല്ലാതെ ഇടങ്ങറായിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് കൈക്കൂലി. ഇത് പറഞ്ഞ പ്രതിപക്ഷ നേതാവും ഉപനേതാവുമുള്ള സംസ്ഥാനമാണ് കേരളം.
ആരാണ് ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി എന്ന ആരോപണം ആദ്യം മുന്നോട്ട് വെച്ചത്? RSS ആണ്. ഏറ്റെടുത്തത് ആരാണ്? യൂത്ത് ലീഗും മൂത്ത ലീഗും പോത്ത് ലീഗുമാണ്. ഇവര് 3 പേരും കൂടിയാണ് ബിരിയാണി ചെമ്പോണ്ട് നാട്ടിൽ കൂടെ നടന്നിരുന്നത്. ബിരിയാണിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതൊരു മൈനോറിറ്റി ഫുഡാണ്. മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ കല്യാണങ്ങൾക്കൊക്കെയാണ് കൂടുതൽ വിഭവ സമൃദ്ധ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുക. അപ്പൊ അതൊരു മൈനോറിറ്റി ഫുഡാണ്. ഇനി രണ്ടാമതെടുത്തു നോക്കൂ, ഈത്തപ്പഴത്തിൽ നിന്ന് കുരു എടുത്ത് അതിനുള്ളിൽ സ്വർണം വെച്ച് കൊണ്ടുവന്നു. ഈത്തപ്പഴക്കുരു, ഈത്തപ്പഴം അറേബ്യൻ ഫ്രൂട്ട്സ് ആണ്. ആരാ മുന്നോട്ട് വെച്ചത്? RSS. സമരം നടത്തിയത് ആരാ? യൂത്ത് ലീഗും മൂത്ത ലീഗും. മൂന്നാമത്തെ ആരോപണം ജലീലിനെതിരെയായിരുന്നു. നയതന്ത്ര ബന്ധം ഉപയോഗിച്ച് കിട്ടുന്ന ഖുർആനിനകത്ത് സ്വർണം വെച്ച് കൊണ്ടുവന്നു. എന്താ ഖുർആൻ? ലോക മുസ്ലിങ്ങളുടെ ആത്യന്തിക ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിനകത്ത് നയതന്ത്ര സൗകര്യം ഉപയോഗിച്ച് സ്വർണം കൊണ്ടുവന്നു എന്ന് RSS പറഞ്ഞപ്പോ സമരത്തിനിറങ്ങിയവർ, മുസ്ലിം നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഫ്രൂട്ട്സിനകത്ത് സ്വർണം വെച്ച് കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോ അതിന് സമരത്തിനിറങ്ങിയ യൂത്ത് ലീഗ്, ബിരിയാണി ചെമ്പിനകത്ത് സ്വർണം കൊണ്ടുവന്നപ്പോ എന്ന് പറഞ്ഞപ്പോ അതിന് സമരത്തിനിറങ്ങിയ യൂത്ത് ലീഗ്, മൂന്നും പടച്ചു വിട്ടത് RSS മതന്യൂനപക്ഷങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ഒരാലോചനയുടെ ഭാഗമായിട്ടാണ്. അത് ഏറ്റെടുത്തവരാണ് ലീഗ്. എവിടെ പോയി നിങ്ങളുടെ ബിരിയാണി ചെമ്പ്? കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ അന്വേഷണങ്ങളും പരിന്ത് പറക്കുന്നത് പോലെ തിരുവനന്തപുരത്ത് വട്ടമിട്ട് പറന്ന ആഴ്ചകളോളം ഉറക്കമഴിച്ചിരുന്ന് ബിരിയാണി ചെമ്പും ഈത്തപ്പഴക്കുരും പരിശുദ്ധമായ ഖുർആനും സ്വർണം കളത്താൻ ഉപയോഗിച്ചോ എന്ന് എല്ലാ തലത്തിലും അന്വേഷിച്ചിട്ട് ഒന്നുമില്ല എന്ന് കൈകൊപ്പി തിരിച്ചു പോയപ്പോഴെങ്കിലും മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പറഞ്ഞു, ആ ശരിയല്ലാത്ത വാദം ഉയർത്തിയത് ഞങ്ങൾക്ക് തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ മുസ്ലിം ലീഗും RSSും ഒക്കെ ഏതാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ഇടതുപക്ഷത്തെ എതിർക്കുന്നതിന് ഒരുപോലെയാണ്. ഇനിയിപ്പോ ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്ത് കൊണ്ടുവന്ന 2-3-4 മിഷനുകളുണ്ട്. ആ മിഷനിൽ പ്രധാനപ്പെട്ട ഒരു മിഷനാണ് ഹരിത കേരള മിഷൻ. നിങ്ങൾ നോക്കൂ, ഈ പഞ്ചായത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. എത്ര കാലമായി പട്ടാമ്പി നഗരസഭ UDF ഭരിക്കാൻ തുടങ്ങിയിട്ട്? ഈ 5 വർഷക്കാലം ചില ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം കൊണ്ട് ഇടതുപക്ഷ നയമുള്ള ഒരു വികസനം നടപ്പാക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഇവിടുത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയോട് ഒരു അഭ്യർത്ഥന വെക്കുകയാണ്. 15 വർഷക്കാലം പട്ടാമ്പി നഗരസഭക്കകത്തെ വികസനത്തിന്റെ ഒരു പട്ടിക നിങ്ങൾ പ്രസിദ്ധീകരിക്കൂ. 5 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നഗരസഭയിലെ വികസനത്തിന്റെ ഒരു പട്ടിക ഞങ്ങളും പ്രസിദ്ധീകരിക്കാം. എന്നിട്ടൊരു സംവാദത്തിന് തയ്യാറാകാൻ നിങ്ങൾ തയ്യാറുണ്ടാകുമോ? ഉണ്ടാകില്ല. പട്ടിയെ കെട്ടിയ പുല്ലൂടിന്റെ അവസ്ഥയായിരുന്നു UDF ഭരിക്കുന്ന പ്രാദേശിക ഭരണകൂടങ്ങൾക്ക്. പട്ടിയോട്ട് പുല്ല് തിന്നൂല്ല, പശുവിനോട്ട് തിന്നാൻ അനുവദിക്കൂല. പട്ടാമ്പിയിൽ മാറ്റം വന്നില്ലേ? ഞാൻ നിങ്ങളിവിടുത്തെ വാർഡ് മെമ്പറോട് ചോദിക്കുകയായിരുന്നു, പഞ്ചായത്ത് ബോർഡ് മെമ്പറോട്, നിങ്ങളെ പഞ്ചായത്തിൽ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം അവതരിപ്പിച്ച ബജറ്റിന്റെ രേഖയുണ്ട്. കേരളത്തിൽ 900-ലധികം വരുന്ന ഗ്രാമപഞ്ചായത്തുകളുണ്ട്. പഞ്ചായത്തി രാജ് നിയമപ്രകാരം അവതരിപ്പിക്കുന്ന ബജറ്റ് മിച്ച ബജറ്റ് ആവണം. എന്നാൽ കമ്മി ബജറ്റ് അവതരിപ്പിച്ച ഏക പഞ്ചായത്താണ് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് എന്നുള്ളതൊരു ഭരണഘടനാ ലംഘനമാണ്. ലീഗിന് എന്ത് ഭരണഘടന? കാട്ടുകോഴിക്കെന്താ ചങ്കരാന്തി? ഹരിത കേരള മിഷന്റെ ഭാഗമായിട്ട് നമ്മളെ നീർത്തടങ്ങളെല്ലാം നവീകരിക്കപ്പെടുന്നു. മമ്മിക്കുട്ടിയാക്കാന്റെ മണ്ഡലത്തിലുണ്ട് ഒരു കുളം നവീകരിച്ചിട്ട്. ഇവിടെ മൂസിൻ തന്നെ, ഇവിടെ വിളയൂർ പഞ്ചായത്തിൽ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ എന്തുകൊണ്ട് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിനകത്ത് ഈ 10 വർഷക്കാലത്ത് ഗവൺമെന്റ് മറ്റ് പ്രാദേശിക ഭരണകൂടങ്ങളിൽ നടപ്പായത് ഇവിടെ നടപ്പാക്കാൻ കഴിഞ്ഞില്ല? ആർദ്ര കേരള മിഷൻ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. ഒരു FHSയിൽ 4 ഡോക്ടറെ കിട്ടും പഞ്ചായത്ത് വിചാരിച്ചാൽ. 2 ആള് PSCയിൽ നിന്ന് കിട്ടും, ഒന്ന് NHM നിന്ന് കിട്ടും, മറ്റൊന്ന് ഗ്രാമപഞ്ചായത്തിന് വെക്കാം. 6 മണി വരെ ഡോക്ടറുടെ സേവനം ഉപയോഗിക്കാം. മരുന്നിന് പണം ചെലവഴിക്കുന്നതിന് ഒരു നിയന്ത്രണവുമില്ല. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ FHCയുടെ പ്രവർത്തനം നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ഇവിടെ മുതുതല പഞ്ചായത്തിൽ, നിങ്ങൾ മുതുതല പഞ്ചായത്തിൽ ഒരു PHC ഉണ്ട്.
ഗവൺമെന്റ് ചെലവഴിച്ച് പഞ്ചായത്തും ചേർന്നുകൊണ്ട് നടപ്പാക്കിയതാണ്. അതിൽ MLA ഫണ്ട് ഉണ്ട്. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു പുലാമന്തോൾ പഞ്ചായത്തിലേക്ക്. 1 രൂപ MLA തന്നിട്ടില്ല. നിങ്ങൾ ഞങ്ങളുടെ PHC ഒന്ന് വന്ന് കാണൂ. 1 ലക്ഷത്തിലധികം OP ആണ് അവിടെ. ഒരു കൊല്ലത്തിൽ 7 മണി വരെ OP പ്രവർത്തനമുണ്ട്. അവിടെ മുസ്ലിം ലീഗിന്റെ MLA ആണ്, ഫണ്ട് തരാറില്ല. ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനം കൊണ്ട് സംസ്ഥാന കേന്ദ്ര അവാർഡുകൾ നിരന്തരമായി കിട്ടുന്ന ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രം ഇപ്പൊ വിളയൂർ മാതൃകയിലേക്ക് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഇതിലൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. ആർദ്ര കേരള മിഷന്റെ ഭാഗമായി ഗവൺമെന്റിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താറ് ഒട്ടേറെ പഞ്ചായത്തുകളുണ്ട്. അതിലൊന്നാണ് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത്. 15 വർഷക്കാലമായി അധികാരം കിട്ടിയതിന്റെ ആ കരുത്തിലിരിക്കുകയാണ്. അത് തിരുത്തണമോ വേണ്ടയോ എന്ന ചോദ്യത്തിന് ഉത്തരം കാണേണ്ടതാണ് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. ലൈഫ് പദ്ധതി 600 എണ്ണത്തിന്റെ അടുത്താണ് ഇവിടെ എഗ്രിമെന്റ് വെച്ചതും പുതുത് കൊടുത്തതും ഒക്കെ. 10 വർഷക്കാലമായിട്ടുള്ളത്. ഈ വർഷം കൊടുത്തതിന് പൈസ കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല. കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് എത്രേ കൊടുക്കണ്ടുള്ളൂ അറിയോ? ഒരു വീടിന് 40,000 രൂപയെ പഞ്ചായത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു വീടിന് 20,000 രൂപ ബ്ലോക്ക് പഞ്ചായത്ത് തരും. 20,000 രൂപ ജില്ലാ പഞ്ചായത്ത് തരും. 1 ലക്ഷം രൂപ ലൈഫ് മിഷൻ തരും. അങ്ങനെ 1,80,000 കഴിഞ്ഞാൽ ബാക്കിയുള്ള 4 ലക്ഷത്തിലേക്ക് 2,20,000 രൂപ ഹഡ്കോയിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് വായ്പ എടുത്തു തരും. പലിശ ഗവൺമെന്റ് കൊടുക്കും. മുതല് 15 വർഷക്കാലം കൊണ്ട് ഘട്ടം ഘട്ടമായി ഗ്രാമപഞ്ചായത്ത് അടച്ചു തീർത്താൽ മതി. ഇതാണ് ലൈഫ് മിഷൻ. എന്താ ഈ പഞ്ചായത്തിന്റെ അതിനോടുള്ള സമീപനം? 4 ആൾക്ക് 4 വീട് അധികം കിട്ടട്ടെ എന്നുള്ള നില സ്വീകരിച്ചിട്ടുണ്ടോ? ആർദ്ര കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ? ഹരിത കേരള മിഷന്റെ ഭാഗമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി LP UP സ്കൂളുകളിൽ യഥേഷ്ടം പണം ചെലവഴിക്കാനുള്ള അധികാരവും ഗവൺമെന്റ് സഹായവും ഗ്രാന്റുമുണ്ട്. അത് ക്യാച്ച് ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലുള്ള പുരോഗതിക്ക് വരെ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? 15 വർഷം എന്ന് പറയപ്പെടുന്നത് 180 മാസക്കാലമാണ്. ഈ പഞ്ചായത്ത് അധികാരത്തിൽ വരുമ്പോ അംഗൻവാടിയിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇന്ന് വോട്ടറാണ്. തിരുവേഗപ്പുറയിൽ UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി 15 വർഷം മുമ്പ് അധികാരത്തിൽ വരുമ്പോ അംഗൻവാടിയിൽ പഠിക്കുന്ന കുട്ടി ഇന്ന് വോട്ട് ചെയ്യാൻ കഴിയുന്നവരാണ്. ആ കുട്ടിയോട് നമുക്ക് പറയാൻ കഴിയണം, നിങ്ങളാകുന്ന മണ്ണിനെ ഏറ്റവും കൂടുതൽ വികസന മുരടിപ്പിലേക്ക് നയിച്ചവരാണ് ഇവർ. ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ആവാവുന്ന തരത്തിൽ കൈവിട്ടിടപെടുന്ന ഒരു ഗവൺമെന്റ്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും. പക്ഷെ തുലനം ചെയ്യേണ്ടത് ഉമ്മൻചാണ്ടിയുടെ 5 വർഷവും പിണറായി വിജയന്റെ 5 വർഷവുമാണ്. ഇപ്പൊ ആളുകൾ ഇങ്ങനെ വെറുതെ പറയിട്ട് ആദ്യത്തെ ഗവൺമെന്റ് കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പോഴത്തെ ഗവൺമെന്റ് എന്തോ ഒരു കുഴപ്പമുണ്ട്. അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? ആദ്യത്തെ ഗവൺമെന്റിനെ നിങ്ങൾ താരതമ്യം ചെയ്തിരുന്നത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിനേറ്റ. ഇപ്പോഴത്തെ ഗവൺമെന്റിനെ നിങ്ങൾ താരതമ്യം ചെയ്യുന്നത് ഈ ഗവൺമെന്റിനേറ്റ് തന്നെയാണ്. അപ്പൊ ഒരു നാടിന്റെ മാറ്റത്തിന് ആക്കം കൂട്ടുന്ന എല്ലാ ഇടപെടലുകളും പ്രാദേശിക ഭരണകൂടങ്ങൾ വഴി ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ഈ ഗവൺമെന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും അതിനാവശ്യമായ പണവും കൊടുക്കുമ്പോ നമ്മളുടെ ചില സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഈ പഞ്ചായത്തിനകത്ത് കിട്ടുന്ന SC/ST വിഭാഗങ്ങൾക്ക് കിട്ടുന്ന ഫണ്ട് സമയബന്ധിതമായി ചെലവഴിക്കാനിട്ട് നഷ്ടപ്പെട്ടു പോയ ഒരു പഞ്ചായത്താണ് പാലക്കാട് ജില്ലയിലെ തിരുവേഗപ്പുറ പഞ്ചായത്ത്. ദളിത് കോൺഗ്രസ് ഇല്ലേ, ദളിത് ലീഗ് ഇല്ലേ നാട്ടിൽ? ചോദ്യം ചെയ്യപ്പെടൂലേ? അപ്പൊ 15 വർഷക്കാലം അധികാരം കിട്ടി ഈ രാജ്യത്ത് ജനങ്ങൾക്ക് ചെയ്യേണ്ട അടിസ്ഥാന സൗകര്യങ്ങളോട് മുഖം തിരിഞ്ഞു നിന്നത് സൂചിപ്പിച്ചുകൊണ്ട് ഒരു സമരം, ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ നിലപാട് ഉയർത്തുന്നവർ എന്നുള്ള നിലക്ക് ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഈ രാജ്യത്തെ ജനങ്ങളോട് ഞങ്ങൾ ആകെ നാട് നീളം നടന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ തിരുവേഗപ്പുറ പഞ്ചായത്തിലേക്ക് ഒരു സമരവും ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു നിവേദനവും കൊടുക്കുന്നുണ്ട്. ഞങ്ങളൊരു 100-500 ആള് വരുന്നുള്ളൂ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ.
സത്യമായിട്ട് പറയാണ്. പക്ഷെ 1000-ലധികം ആളുകൾ പങ്കെടുത്തു. വന്ന കൂട്ടത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവർ മാത്രമല്ല, UDF-നോട് നല്ല സൗഹൃദമുണ്ടായി വോട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ അവരെ വീടിനെ പ്രതിനിധീകരിച്ച് വന്നിട്ടുണ്ട്. ഈ ഭരണം മാറണം എന്ന് തിരുവേഗപ്പുറയിലെ മനസ്സാകെ പറയുന്നുണ്ട് എന്ന ആ സമരം കണ്ടപ്പോ നമ്മളെക്കാൾ കൂടുതൽ ഒരു 10,000 ചില്ലാനം ആളുകളെ കണ്ടപ്പോ ലീഗിന് മനസ്സിലായി. അപ്പൊ ഈ ഭരണമുരടിപ്പിനെതിരെ ഇടതുപക്ഷം ഉന്നയിച്ച ആരോപണത്തെ പ്രതിരോധിക്കാൻ പരിചയില്ല കയ്യിൽ. ഒരു പ്രതിരോധം തീർക്കാനുള്ള ഒരു ആയുധമില്ല. അപ്പൊ പിന്നെ അവസാനത്തെ ആയുധമാണ് സരീൻ ഇസ്ലാമിനെതിരെ പറഞ്ഞു, മുസൽമാനെതിരെ പറഞ്ഞു, മലപ്പുറം ജില്ലക്കെതിരെ പറഞ്ഞു എന്നുള്ളത്. മലപ്പുറം ജില്ലയും സരീനുമായിട്ടൊരു ബന്ധമുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽ ഒന്നും പറയില്ല. നല്ല ബന്ധമാണ്, അയാളുടെ കുടുംബ ബന്ധങ്ങളൊക്കെ നല്ല അവിടെ ഉണ്ട്. നാളെ പെരിന്തൽമണ്ണ ഒരു പരിപാടിക്ക് പോയിട്ട് മൂപ്പർ അവിടെ വീട്ടിലൊക്കെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാ പോയത്. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷത്തിന് മലപ്പുറം ജില്ലയെ കുറിച്ചുള്ള ഒരു അഭിപ്രായമുണ്ട്, CPM-ന് ഒരു അഭിപ്രായമുണ്ട്. ആ ജില്ലയിലാണ് EMS-ന്റെ ജന്മദേശം. അവിടെയാണ് ചെറുകാട് മാഷുടെ നാട്. അങ്ങനെ മലപ്പുറം ജില്ലക്കെതിരെ പറഞ്ഞു. മലപ്പുറം ജില്ലക്കെതിരല്ല, മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിന് ആരോഗ്യം കാണിച്ചുകൊണ്ടുള്ള തിണ്ണമെടുക്ക് കാട്ടുന്ന രീതി തിരുവേഗപ്പുറയിലെ ലീഗിനുമുണ്ട് എന്ന് സരീം പറഞ്ഞ അതെങ്ങനെ മലപ്പുറം ജില്ലക്കെതിരാവുക? മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിലെത്തി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നുണ്ട്, കൈക്കൂലി മേടിക്കുന്നുണ്ട്, കള്ളപ്പണം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഇസ്ലാമിനെതിരാവുക? ഞാൻ ലീഗുകാരോട് ചോദിക്കട്ടെ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. MK റഫീഖയാണ് പ്രസിഡന്റ്, ഇസ്മായിൽ മൂത്തേടമാണ് വൈസ് പ്രസിഡന്റ്. മക്കരപ്പറമ്പ് ഡിവിഷനിൽ നിന്ന് യൂത്ത് ലീഗിന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള ഹാരിസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ ഇപ്പൊ എവിടെയെന്ന് അറിയാം? നിങ്ങൾക്ക് 4 മാസമായിട്ട് ജയിലിലാ. എന്തിന്? ഒരു ജില്ലാ പഞ്ചായത്ത് ഭരണം ഉപയോഗിച്ചുകൊണ്ട് 23 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൽ നടപ്പാവുന്ന പദ്ധതിയിലേക്ക് നിക്ഷേപം വാങ്ങിയിരിക്കുന്നു. 1.5 കോടി നഷ്ടപ്പെട്ട ഒരാളിൻ്റെ അടുത്ത് വന്നിരുന്നു. നമ്മളൊരു സുഹൃത്തിന്റെ അമ്മാവനാണ്. വല്ല വഴിയുണ്ടോ ചോദിച്ചിട്ട്, നല്ല ലീഗാ, ഒറ്റ വഴിയുള്ളൂ, പാണക്കാട്ട് കൂടെ പോയി നോക്കിയായിരുന്നു. ആയിക്കൂടെ പോയിട്ട് മടങ്ങി വരും, അവസാനം വല്ല വഴിയുണ്ടോ ചോദിച്ചു. എന്നാ പരാതി കൊടുത്തളിയാർ. 23,65,23,65,00,000 രൂപ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഷെയർ കൂട്ടാം. അപ്പൊ എനിക്കത് മനസ്സിലായില്ല. കുറച്ചു കാലം ജനപ്രതി ഇത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ നമ്മുടെ ജില്ലാ പഞ്ചായത്തിലെ നമ്മളെ മെമ്പർ ഉണ്ട് അഫ്സലിനോട് ചോദിച്ചു, ഇതെന്താ അഫ്സലെ പരിപാടി, എങ്ങനെയാ ഇത്, എന്താ സംഭവം എന്നറിയോ? റോഡും തോടും കുളമൊക്കെ നിർമ്മാണം അക്രഡിറ്റ് ഏജൻസിക്ക് കൊടുക്കും. അക്രഡിറ്റ് ഏജൻസി കുളം നിർമ്മിക്കാൻ അനുമതിയില്ല ഏജൻസി അല്ലെങ്കിൽ അവരൊരു കരാറുകാരന് കൊടുക്കും. ആ കരാറുകാരൻ ലീഗ് ബിനാമിയാവും. ആ കരാറുകാരന്റെ കൂടെ പണം മുടക്കലാണ് ഈ പണം മുടക്കൽ. അക്രഡിറ്റ് ഏജൻസികൾക്ക് പണം കൊടുത്ത് അതിൽ നിന്ന് കൊടുക്കുന്ന ഉപകരാറിലേക്ക് നാട്ടിലെ ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച് അതിലൂടെ ലാഭം കൊടുക്കാം എന്ന് പറഞ്ഞ് 23,65,00,000 രൂപ തട്ടിച്ചത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഹാരിസും അതുപോലെ തന്നെ ഫൈസൽ എന്ന് പറയുന്ന ഒരു മെമ്പറും ചേർന്നുകൊണ്ടാണ്. പരാതി ഹാരിസിന്റെ പേരിലേ ഉള്ളൂ. അതുകൊണ്ട് അയാൾ 4.5 മാസക്കാലമായി ജയിലിൽ കിടക്കുകയാണ്. ഏതെങ്കിലും ലീഗുകാരൻ ആവലാതിപ്പെടുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരങ്കലാപ്പോലക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അതവര് ജന്മവാസനയാണ്, തൊട്ടാ കക്ക എന്നുള്ളത്. അതുകൊണ്ട് അതിനവർ അവാർഡ് കൊടുക്കും. ഇപ്പൊ അടുത്തൊരു വ്യാപാരിയുടെ കടയിൽ നിന്ന് ഒരു ചങ്ങായി കട്ടുണ്ടോ ഈ സാധനം, ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ ഇയാളെ തിരിച്ചറിഞ്ഞപ്പോ വ്യാപാരിയുടെ ഭാര്യ ഒരു മൊമെന്റോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ കള്ളന്റെ വീട്ടിൽ ചെന്നു, കട്ടോന്റെ ഒരു സൂപ്പർ മാർക്കറ്റ്. മീശ മാധവൻ അവാർഡ് കൊടുത്തു. എന്ന മാതിരി മീശ മാധവൻ അവാർഡ് ഏറ്റുവാങ്ങാൻ പറ്റിയവരാണ് ലീഗ്. ഒരു ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 23 കോടി രൂപയുടെ കളവ് നടത്തുന്നു. വഖഫ് ഭൂമി കൈയടക്കി വെച്ചതിന്റെ കേസിലെ ഓപ്പോസിറ്റ് പ്രതികൾ വഖഫ് ബോർഡിന്റെ രേഖ എടുത്ത് പരിശോധിച്ചാൽ മഹാഭൂരിപക്ഷം മുസ്ലിം ലീഗിന്റെ നേതാക്കളാണ്. ഇനി നിങ്ങൾ നോക്കൂ,
ഈ വളാഞ്ചേരിയിലെ KSFE അല്ലേ, എത്ര 7.5 കോടിയോ മുക്ക് വേണ്ട. നല്ല തുണി മുണ്ടിട്ട് ചെല്ലുക, നല്ല തറവാടിന്റെ പേരും, എന്നിട്ട് ഈ ഒരവിനൊന്നും മനസ്സിലാവൂല. അങ്ങനത്തെ സ്വർണം കവറിങ് ആഭരണം വാങ്ങി 7.5 കോടി രൂപയാണ് വളാഞ്ചേരിയിലെ KSFEയിൽ കൊണ്ടുപോയി പണയം വെച്ചിട്ട് കൈക്കലാക്കിയിട്ടുള്ളത്. ആ കൈക്കലാക്കിയ ആളെ പേരൊന്ന് പറയുമോ ലീഗ്? ഇസ്ലാമിന്റെ കാര്യമാണല്ലോ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നത്. കക്കാൻ പാടില്ലല്ലോ. കട്ടാ കൈവെട്ടണമെന്ന് എന്റെ മകൾ ഫാത്തിമയാണെങ്കിൽ പോലും കട്ടാൽ കൈവെട്ടുമെന്ന് പറഞ്ഞ പ്രവാചകന്റെ മതത്തിന്റെ പിന്തുണക്കാർ ആണ് ഞങ്ങൾ എന്ന് പറയുന്ന ലീഗെ കട്ടാൽ കൈവെട്ടുമെങ്കിൽ ഹാരിസ് കിടക്കുന്ന ജയിലിൽ നിന്നിറങ്ങിയാൽ നിങ്ങൾ എന്തു ചെയ്യും? 7.5 കോടി KSFEയിൽ കള്ളപ്പണം സ്വർണം വെച്ച് മുക്കിയവർ. ഒരു വിദേശ വാർത്തയുണ്ട്, ഒരു KMCCയുടെ ഒരാള് ഞങ്ങളുടെ നാട്ടിലാ, ലാംതോളുകാരനാണ്. കോടിക്കണക്കിന് രൂപ KMCCയുടെ പണം. KMCCയുടെ പണം എന്ന് പറഞ്ഞ ലീഗിന്റെ കമ്പനിയിൽ നിന്ന് അച്ചടിക്കുന്ന നോട്ടാ നിങ്ങൾ കരുതണ്ട. അവിടെ പോയിട്ട് ഈ ലീഗിന്റെ ആ നാട്ടിൽ നിന്ന് പോയ കുട്ടികളെടുത്ത് പോയിട്ട് പിരിവ് നടത്തിയിട്ട് അതിനൊരു കറക്ക് കമ്പനി അവിടെ അത് സൗദി പോയാലാ വല്ലാതെ കാണുക. നമ്മളിങ്ങ് ഉമ്രക്കൊക്കെ പോയിട്ട് ഒരു ബാഗ് കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ആ ബാഗ് വന്ന് പിടിച്ചിട്ട് ബസ്സിക്ക് വെച്ചേരാൻ ഒരു വളണ്ടിയർ വരും, ഒരു പച്ച കോട്ടിട്ടിട്ട്. ലീഗാ KMCCയാ. ഈ വക്കിനോട് കൂടി നമ്മളെ ബാഗിൽ നിന്ന് എന്ത് കൊണ്ടുപോയി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാക്കുന്ന കുറെ കള്ളത്തരികിടകളാണ്. ആജാദി KMCCയാ. ഇവരാണ് സരിന്റെ പ്രസംഗം ന്യൂനപക്ഷത്തിനെതിരാണ്, ഇസ്ലാമിനെതിരാണ്, ജില്ലക്കെതിരാണ്. സരീം പറഞ്ഞത് ഇനിയും പറയും, അത് ലീഗിനെതിരാണ്, ഇസ്ലാമിനെതിരല്ല, ഒരു മതത്തിനും ഒരു വിശ്വാസത്തിനും ഞങ്ങൾ എതിരല്ല എന്ന് ഈ ഘട്ടത്തിൽ തുറന്നു പറയുകയാണ്. ഇനി നിങ്ങൾ പറയും, അപ്പൊ നമുക്ക് ബാക്കി വേറെ വേദി കെട്ടാം. അപ്പൊ അതുകൊണ്ട് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിലെ 180 മാസക്കാലം എന്ന് പറയപ്പെടുന്ന 15 വർഷക്കാലത്തെ വികസനം നിങ്ങൾ താരതമ്യം ചെയ്യേണ്ടത് 15 വർഷക്കാലം ഞങ്ങൾ ഭരിക്കുന്ന വിളയൂർ പഞ്ചായത്തിനോടാണ്. നിങ്ങൾ താരതമ്യം ചെയ്യൂ. ഇത്ര വരുമാനമില്ലല്ലോ വിളയൂരിന്. വിളയൂരിന് ഞാൻ കരുതുന്നത് ഒരു 65 ലക്ഷം റുപ്യ തനത് വരുമാനം ഇവിടെ 1 കോടിയിലധികം ഉണ്ട് എന്നാണ്. ഇപ്പൊ ഞങ്ങൾ ഭരിക്കുന്ന വിളയൂരിലെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനവും ഇപ്പോ നിർബന്ധമാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ. നിങ്ങളവിടെ സ്ഥലം എടുക്കാനുള്ള വടി എടുത്തുകൊള്ളെന്നൊക്കെയാണ് നിങ്ങളെ ബജറ്റിൽ തുടങ്ങിയെന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ വിളയൂർ പഞ്ചായത്തിൽ ഒരു ബഡ്സ് സ്കൂളുണ്ട്, നിങ്ങൾ കണ്ടിരിക്കണത്. രാമന്തോൾ പഞ്ചായത്തിൽ ചെമ്മലശ്ശിയിൽ മെയിൻ റോഡിന്റെ വക്കലിൽ ഒരു ബഡ്സ് സ്കൂളുണ്ട്, 1.5 കോടി രൂപ ഇളവ് ഞങ്ങൾക്ക്. അതൊക്കെ പഞ്ചായത്തിൽ നിന്ന് ചെയ്തതാണ്. ഞങ്ങൾ ഇവിടുത്തെ ലീഗുകാരെ ക്ഷണിക്കുന്നു വിളയൂരിലേക്കും രാമന്തോളിലേക്കും. ഞങ്ങളുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ഞങ്ങളുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉപകേന്ദ്രങ്ങൾ, ഞങ്ങളുടെ പഞ്ചായത്തുകളിലെ ബഡ്സ് സ്കൂളിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് എല്ലാ സൗകര്യത്തോടും കൂടി വിളയൂരിൽ സഖാവ് ബേബി ഗിരിജയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭരണം ലീഗ് കണ്ടുപിടിക്കണം. ഇപ്പൊ രാമന്തോളിൽ ഞങ്ങൾ വാഹനം വാങ്ങി, ബസ് മേടിച്ചു. ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് യാത്ര സൗജന്യ, വീട്ടിൽ നിന്ന് കൊണ്ടുവരലും തിരിച്ചു കൊണ്ടുപോയി ആക്കലും. 20 ലക്ഷം രൂപ കൊടുത്ത് ഞങ്ങൾ വാഹനം മേടിച്ചു. ഇങ്ങനെ ഇതിനെല്ലാമുള്ള സൗകര്യമുണ്ടായിരിക്കെ ഇതെല്ലാം നശിപ്പിച്ചിരിക്കുന്നു. ആ നശിപ്പിച്ചതിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗാണ് എന്ന് ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞപ്പോ ആ സമരത്തിലേക്ക് വലിയ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്, ഈ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് ഈ മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷത്തിന് പാലക്കാട് ജില്ലയിൽ CPM-ന് സംഘടനാശേഷി നല്ല രീതിയിലുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. ആ സംഘടനാശേഷിയും നിങ്ങളുടെ ഈ അഴിമതിയും ഈ ജനവിരുദ്ധ നയവും എല്ലാം ചേർത്ത് വെച്ച് ഈ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രസിഡന്റ് ഉണ്ടാകും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയത് ലീഗാണ്. അതുകൊണ്ടാണ് ഇത്രമേൽ ആക്രോശിച്ചുകൊണ്ടും ഇത്രമേൽ അസത്യം പ്രചരിപ്പിച്ചുകൊണ്ടുമുള്ള വ്യാജ കള്ളപ്രചരണങ്ങളുടെ ആളുകളായി മുസ്ലിം ലീഗ് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ പെൻഷൻ നിലനിൽക്കണമോ? നിങ്ങളുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നിലനിൽക്കണമോ? നിങ്ങളുടെ ആരോഗ്യ സൗകര്യങ്ങൾ നിലനിൽക്കണമോ?
നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിന് കിട്ടുന്ന പണം നഷ്ടപ്പെടാതെ അഴിമതിരഹിതമായ ഒരു ഭരണം, ഒരു സുതാര്യമായ അധികാര കേന്ദ്രമായി നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാകണമോ വേണ്ടയോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ട തെരഞ്ഞെടുപ്പിലേക്ക് അതിവിദൂരമല്ല അടുത്താണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് കരുത്തു പകരാൻ, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കരുത്തു പകരാൻ, സംഘപരിവാർ ഫാസിസത്തിനെതിരും ന്യൂനപക്ഷ വർഗീയതക്കെതിരെയും കളങ്കരഹിതമായി മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കരുത്തു പകരുന്ന CPIM-നെയും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.